ഇപ്പൊ നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും നാട് പൊക്കൊണ്ടിരിക്കുക. അത് നശിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ സമ്മതിക്കൂല. ആ പറഞ്ഞതിലും കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കിണറ്റിലെ തവളകളായി ജീവിക്കാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴാണ് നാട് നന്നാവുന്നത്. അതിലും കാര്യമുണ്ട് അല്ലേ? ഇപ്പൊ തന്നെ ഇവിടത്തെ വാറ്റടിച്ചിട്ട് ഓരോരുത്തന്മാരെ ഭാര്യമാരെ പിടിച്ചടിക്കുവാണ്. തന്നെ പോലെ പെണ്ണുപിള്ളെ പേടിച്ച് ജീവിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതിലെന്തോ കാര്യമുണ്ടല്ലോ. നീയൊക്കെ എത്ര കണ്ട് കുറച്ചാലും ഇവിടെ ഒരു ബിവറേജും വരാൻ പോകുന്നില്ല. നമ്മളുടെ അടുത്താ കളി. രാഘവൻ, മുൻകോപം, എടുത്തുചാട്ടം, കൈക്കരുത്ത്, ഇത് മൂന്നും കൂടിയാൽ എന്തോ അതാണ് രാഘവൻ. നിലവിൽ പത്മനാഭന്റെ അടിമ. അബ്ദുള്ളയാണ് രാഘവന്റെ കൺകണ്ട ശത്രു. സംഭവം അരിശക്കാരനാണെങ്കിലും ആളിത്തിരി റൊമാൻറ്റിക്കാണ്. രാഘവ, ജെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നീ എന്താണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് പൊളിക്കാൻ വന്നതാ. നിങ്ങൾ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു കേൾക്കാതെ ഇതിനൊരു തീരുമാനം പറ. തീരുമാനം ഒന്നുമില്ല. ഇതിവിടെ നടക്കില്ല. ഇവിടെ ഇപ്പൊ ഒരു ബിവറേജ് വന്നോണ്ട് എന്താ പ്രയോജനം? അടിച്ച് പൂസാവുക, അതിനാദ്യത്തെ പ്രയോജനം അല്ലേ? എത്രയാന്ന് വെച്ചാൽ ബാറ്ററിയുടെയും പഴുതാരയുടെയും അട്ടയുടെയും വെള്ളം കുടിക്കുക. എടാ പുരുഷോത്തമോ, അതുപോലെ രാജ. ഓ, ഈ തർക്കത്തിനിടയിൽ ബീവറേജ് വന്നാൽ പോലും നിങ്ങൾ അറിയില്ല. ആദ്യമേ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇതിനെ അനുകൂലിക്കുന്നവർ കൈപൊക്കുക. രണ്ട് കൈയും പൊക്കടാ. എന്നാ നിങ്ങൾ പറ. അതേപോലെ വായ മൂടി വന്ന വഴിക്ക് പോവാൻ നോക്കടാ. അങ്ങനെ രാഘവൻ പല വഴിക്കും പോയിട്ടുണ്ട്. അതില് നിന്റെ വീട്ടിലേക്കുള്ള വഴിയുണ്ട്. ഇസ്മയിലെ നീ രാഘവ ചെറ്റത്തരം പറയരുത്. പറഞ്ഞാ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? നിർത്താൻ. കുടുംബവും കുട്ടികളും മാമനും അച്ഛനും വലിയച്ഛനും ഒക്കെയായി. എന്നിട്ടും തല്ലുണ്ടാക്കാൻ നിനക്കൊക്കെ നാണമില്ലടാ.